അപ്പോൾ റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇതാണ് ഞങ്ങൾ ഇന്നലെ കയറിയ റൂം. ഹോട്ടൽ ആദിത്യ ഹൈദരാബാദ് സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹൈദരാബാദ് ബിരിയാണിക്ക് വളരെ ഫേമസ് ആണല്ലോ. ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇവിടെ അടുത്തവിടെ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, ഹൈദരാബാദ് ബിരിയാണി ലഭിക്കുന്ന നല്ലൊരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോയി നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 70 രൂപ കൊടുത്താണ് ഇപ്പോൾ പാരഡൈസ് ഹോട്ടലിലെത്തിയത്. ഹൈദരാബാദി ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ദൂരം ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഹൈദരാബാദി ബിരിയാണി കഴിക്കാതെ പോകാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ ലേറ്റായിപ്പോയി. ഇപ്പോൾ 3:30 മണിയായി. ഈ സമയത്ത് മട്ടൻ ബിരിയാണി തീർന്നു എന്നാണ്. One chicken biryani. One chicken. Kebab. With bone, kalmi kebab dishes. With bone. Boneless. Boneless, yeah. Chicken tikka. Boneless. Reshmi kebab. മട്ടൻ ബിരിയാണി തീർന്നുകൊണ്ട് അത് ചിക്കൻ ബിരിയാണിയിലേക്ക് മാറ്റി. ഇനി ചിക്കൻ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പോകും.
Thank you. ചിക്കൻ ബിരിയാണി കഴിച്ചു. നല്ല അടിപൊളി സൂപ്പർ ബിരിയാണിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കുറച്ചുകൂടി മസാല ചേർത്ത കൂടി സ്പൈസിയാണ്. ചിക്കനെല്ലാം നന്നായിട്ടുണ്ട്, കബാബും നന്നായി, അടിപൊളി. ഭക്ഷണത്തേക്കാൾ ഉപരിയായി സ്റ്റാഫിൻ്റെ നല്ല പെരുമാറ്റം, അതാണ് എന്നെ ആകർഷിച്ചൊരു കാര്യം. നന്നായിട്ട് പെരുമാറും കസ്റ്റമേഴ്സിനാണ്. ഇതാണ് പാരഡൈസ് റെസ്റ്റോറൻറ്റ്. ഹൈദരാബാദ് വരുമ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടി പാരഡൈസ് റെസ്റ്റോറൻറ്റിൽ വന്നോളൂ. അടിപൊളിയാണ്, നഷ്ടമാവില്ല. ഓക്കെ, ഗുഡ് ബൈ.